മഴ അതിശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അല്പനേരം മഴ മാറി നിന്നിരുന്നു, അതിനുശേഷം വീണ്ടും തുടങ്ങി, വീണ്ടും നിന്നു, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഏതായാലും ശക്തമായിട്ടുള്ള മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴായിട്ട് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പെയ്ത മഴയിലും അവിടെ രക്ഷാപ്രവർത്തകർ ഈ മണ്ണ് മാറ്റുന്ന ജോലികളൊക്കെ നടത്തിക്കൊണ്ട് തടസ്സപ്പെടാതെ തന്നെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ പെയ്ത മഴ കുറച്ചുകൂടി ശക്തിയായിട്ട് പെയ്യുന്നുണ്ട്, കാറ്റുമുണ്ട്. ഏതായാലും ഇത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നനഞ്ഞു കിടക്കുന്ന മണ്ണ്, കുത്തിയൊലിച്ചു വന്ന മണ്ണിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഇതുണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ആ മണ്ണ് ഇടിയുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലേതായാലും ഈ പ്രതിസന്ധികളെല്ലാം നേരിട്ട് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ അപകട സമയത്തെയും അതിനുശേഷമുള്ള ISROയുടെ ഇമേജുകൾ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ KC വേണുഗോപാൽ MP ഉൾപ്പെടെ ISRO ചെയർമാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇന്ന് ഇപ്പോൾ സൈന്യത്തിൻ്റെ വരവിനായിട്ടാണ് കാത്തിരിക്കുന്നത്. സൈന്യം ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകരായിട്ട് പല ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്, ഒരു സന്നദ്ധ പ്രവർത്തകരൊക്കെ ആയിട്ട്. പക്ഷെ അവർക്ക് രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു അനുമതി ഇതുവരെ ലഭിച്ചിട്ടും ഇല്ല. ഏതായാലും അവരുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും വലിയ തോതിൽ ഉള്ള മഴ തുടരുന്നത് ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും മഴയത്തും രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാകുന്നത്. അതിവേഗം ഈ നടപടികൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉത്സാഹം ഇന്നത്തെ ദിവസം ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ഉണ്ട്. ഏതായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതി ഇന്ന് ഇവിടെയുണ്ട്. നാട്ടിൽ നിന്നൊക്കെ നിർത്താതെ പെയ്യുന്നത് വലിയൊരു സംബന്ധിച്ച്, കാരണം വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത അത് നിലനിൽക്കുകയാണ്. ഇതുവരെ മഴ പെയ്യുമ്പോഴും ഇന്ന് എന്തായാലും മഴ പെയ്യുമ്പോഴും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളത് ശുഭകരമായൊരു കാര്യമാണ്. പക്ഷേ ഈ കാലാവസ്ഥ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. 11 മണിയോടുകൂടി സൈന്യം അവിടേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബലഗാവിൽ നിന്ന് സൈന്യം രാവിലെ പുറപ്പെട്ടിരുന്നു. ഏകദേശം 200 കിലോമീറ്റർ ദൂരമാണ് ബലഗാവിൽ നിന്ന് ഈ അങ്കോലയിലേക്കുള്ളത്. സൈന്യം ഇത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇതുപോലെയുള്ള ദുരന്ത ഭൂമികളിൽ പരിചയിച്ച അനുഭവ സമ്പത്ത് ടീമിനുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ടീമാണ് വരുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ വേഗത കൈവരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഈ മഴയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇന്നലെ മണ്ണിടിച്ചിൽ നടന്ന മേഖലകളിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് 2 സിഗ്നലുകൾ പ്രധാനമായും ലഭിച്ചത്. ലോഹഭാഗങ്ങൾ ഉള്ള സിഗ്നലുകൾ ലഭിച്ചുവെന്ന് ഇന്നലെ വൈകിട്ട് കലക്ടർ തന്നെയാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ആ സിഗ്നൽ ലഭിച്ച പ്രദേശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ റൗണ്ട് ചെയ്ത് കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഹിറ്റാച്ചി ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാന്തി അവിടെ നിന്ന് മണ്ണ് മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനടിയിൽ ആ ലോറിയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല, പക്ഷേ മെറ്റൽ ഡിറ്റക്ട് ചെയ്തു റഡാർ എന്നാണ് പറയുന്നത്. അപ്പം അവിടെ മണ്ണ് മാറ്റി ആ ലോറി അർജുനിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഇനിയും മണ്ണ് ഇടിഞ്ഞ് വീണേക്കാം എന്നൊരു മുന്നറിയിപ്പുണ്ട്. പക്ഷേ ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഇസ്രോയുടെ സഹായവും തേടിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, വൈകിയ വേളയിലെങ്കിലും എന്നതുകൂടി പറയേണ്ടതുണ്ട്.